ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് വെരി സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഞങ്ങൾ വളരെ ചുരുക്കം വീഡിയോകളിൽ നിന്ന് തന്നെ 1000 അതായത് 1K സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടി കഴിഞ്ഞു. അത് നിങ്ങളൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് അതുണ്ടായിട്ടുള്ളത്. അതിനും എ സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, സാധാരണഗതിയിൽ നമ്മൾ വീടുകളാണ് സാധാരണ പരിചയപ്പെടുത്താറ്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന വീടല്ല, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടമാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ കെട്ടിടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച നമ്മുടെ സ്വന്തം പഞ്ചായത്തിൻ്റെ കെട്ടിടമാണെന്ന് പരിചയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാവുന്നതുപോലെ ബിൽഡക്കേഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ള ടൈൽസ്, സാനിറ്ററി ഉൽപ്പന്നങ്ങളാണ് ഇതിൽ മുഴുവൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാം. പഞ്ചായത്ത് കെട്ടിടവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കടക്കാതെ ബിൽഡക്കേഴ്സിൻ്റെ മാറ്ററിലേക്ക് മാത്രം, അഥവാ കെട്ടിടത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കടന്നുകൊണ്ട് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് കെട്ടിടത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ബാക്കിൽ കെട്ടിടം കാണുന്നുണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇപ്പോൾ സാധാരണഗതിയിലുണ്ടാകുന്ന പഞ്ചായത്ത് ഓഫീസുകൾ നമ്മൾ പണ്ട് മുതലേ കണ്ടു ശീലിച്ച ഒരു പഴയ കെട്ടിടത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ആധുനിക സംവിധാനം കൂടിയിട്ടുള്ളൊരു ഓഫീസാണ്. ഇതിനകത്ത് പൂർണ്ണമായിട്ട് ശീതീകരിച്ച സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ലിമിറ്റേഷൻസ് കാരണം ഇപ്പോൾ കുറച്ച് ഏരിയ, മറ്റേ ബോർഡ് മീറ്റിംഗ് കൂടുന്ന മീറ്റിംഗ് ഹോൾ ഉൾപ്പെടെയുള്ള കുറച്ച് ഏരിയകളാണ് ഇപ്പോൾ ശീതീകരിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായി ശീതീകരിക്കാനുള്ള സംവിധാനം അടക്കം ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണിത്. മാത്രമല്ല, ഇത് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പുറത്ത് നോക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോണാണ്. അതായത് ബ്ലാക്ക് ഗോൾഡ് ബുച്ചിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മനോഹാരിത ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ലുക്ക്, പുറത്തുനിന്ന് ലുക്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മളിതിൽ വന്നു കഴിഞ്ഞാൽ, താഴെ വന്നു കഴിഞ്ഞാൽ, നമ്മളിതിനകത്ത് ഫ്ലോറിങ്ങിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ജോൺസൻ്റെ ടൈലുകളാണ്. ജോൺസൻ്റെ 2x2 സൈസിലുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഈ നമ്മളെ റാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതൊരു ടെറാക്കോട്ട ഫിനിഷിലുള്ള ഒരു പോർച്ച് ടൈൽ ഉപയോഗിച്ചിട്ടാണ് റാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ താഴത്തെ ഫ്ലോറിലല്ല പ്രധാനമായിട്ടും പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓഫീസ് സംവിധാനങ്ങളൊക്കെ മേലെ ഉള്ളത്. ഇവിടെ താഴെയുള്ളതൊരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം, ക്യാഷ് കൗണ്ടർ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ, മേലേക്ക് കയറാൻ കഴിയാത്ത സീനിയർ സിറ്റിസൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ സംവിധാനം, അതുപോലെ തന്നെ ടോയ്ലറ്റ്സ്, കുടുംബശ്രീ ഓഫീസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. ബാക്കി പഞ്ചായത്ത് ഓഫീസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മേലെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുള്ള അതേ ഇതിൻ്റെ കണ്ടിന്യൂഷനാണുള്ളത്. 2x2 സൈസിലുള്ള ജോൺസൻ്റെ മാറ്റ് ഫിനിഷിലുള്ള ഒരു ഐവറി ഫിനിഷിലുള്ള ഒരു ടൈലാണുള്ളത്. ഇത് പുറത്ത് ഡാർക്കാണ്, അകത്ത് പിന്നെ ഫ്ലോറിലുള്ളത് മുഴുവൻ ഈ ലൈറ്റ് കളറാണ് പിടിച്ചിട്ടുള്ളത്. മേലെ ത്രൂ ഔട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ മേലെ പോയിട്ട് നോക്കാം. ഇതിന് സ്റ്റെപ്പുകൾ, അതായത് ഇവിടെ നിന്ന് 3rd ഫ്ലോർ വരെയുള്ള സ്റ്റെപ്പുകൾ മുഴുവൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡാർക്ക് കളറിലുള്ള 4x2 സൈസിലുള്ള ടൈൽ യൂസ് ചെയ്തിട്ടാണ്, അത് കട്ട് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ 1ാമത്തെ നിലയിലാണുള്ളത്. ഇവിടെയാണ് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. പെർസും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്ക് കാണാം. പ്രസിഡൻറ്റിൻ്റെ ക്യാബിന് ശീതീകരിച്ച മുറിയാണത്. അതിന് പുറമെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ക്യാബിനുള്ള. അതിന് പുറമെ തന്നെ മൊത്തം എല്ലാ ക്ലർക്കുകളും കാര്യങ്ങളൊക്കെ അതിനകത്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ 2nd ഫ്ലോറിലുള്ളത്. നമ്മൾ 1st ഫ്ലോറിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 2nd ഫ്ലോറിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും നടക്കുന്ന കോൺഫറൻസ് ഹാൾ ഇവിടെയാണുള്ളത്. ശീതീകരിച്ച വളരെ മനോഹരമായിട്ടുള്ള കോൺഫറൻസ് ഹാളാണത്. അതിൻ്റെ പുറമെ വില്ലേജ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ഇതൊക്കെയാണ് ഇവിടെയുള്ളത്. പിന്നെ മെമ്പർമാർക്ക് ഇരിക്കാനുള്ളൊരു ക്യാബിനുണ്ട്. ഇത്ര സംഗതികൾക്കാണ് ഈ ഫ്ലോറിലുള്ളത്. ഇതിന് മേലെ 3rd ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഓപ്പൺ ടെറസിൽ പോയി കഴിഞ്ഞാൽ ചങ്ങളം മൊത്തം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുള്ളത് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന് സാരഥ്യം വഹിക്കുന്ന ആളുകളോടൊപ്പമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഹീർ, അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രകാശൻ, അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രഭിത ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് പങ്കുവച്ച ഒരാളാണ് മജ്ജു. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട കുഞ്ഞുക്ക, ഇവരൊക്കെയാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം. എന്തായാലും ശരി, നമ്മുടെ ഈ ആലങ്കോട് പഞ്ചായത്തിൽ വളരെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടം എന്നുള്ള വലിയൊരു കാലത്ത് സ്വപ്നമാണ്. യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ ഭരണസമിതിയുടെ കാലത്താണ് നിങ്ങളൊരു ഭാഗ്യമായിട്ട് കരുതാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആ കാര്യത്തിൽ.
ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് നടക്കുമ്പോൾ അതിനകത്തേക്ക് വേണ്ട മെറ്റീരിയൽസ്, ടൈൽസ്, സാനിറ്ററി ഒക്കെ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞങ്ങൾ അതിന് പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ഞങ്ങൾ ഈ സർവീസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അടുത്തുനിന്നുള്ള പർച്ചേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. ദുബായ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷാരിഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ഇത് ആപ്പിറ്റേറ്റ് എന്ന ഗ്രൂപ്പാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കിത് ആദ്യം നമുക്കൊരു എമൗണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ക്യാപിറ്റൽ കൊടുക്കുക. പിന്നീട് വർക്ക് ചെയ്തതിനു ശേഷം അവർക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടൈലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറ്റ ഓപ്ഷൻ എന്താ തന്നു, നമ്മുടെ ബിൽക്കോസ് വേറെ ഒരു പേര് നമുക്ക് മുന്നേ ഉണ്ടാവില്ല. അപ്പോൾ അവർ നമ്മൾ ആദ്യം സമീപിക്കുകയും ഷാനിഫ് സുഹൃത്ത് ഷാനിഫറിന് ഞാൻ കൊടുത്തോളാം പറഞ്ഞ സമയത്ത് കറക്റ്റായി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം 1.5 വർഷം കൊണ്ടാണ് ബില്ലിങ് തീരാൻ സാധിച്ചത്. മെറ്റീരിയൽ വലിയൊരു ഘടകമാണ്. മെറ്റീരിയൽ കറക്റ്റ് എത്തിക്കുക എന്നുള്ള വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഒരുപാട് എനിക്കറിയതിൻ്റെ 6000 സംതിങ് ഏരിയ ഉണ്ട്. എത്ര ഏരിയക്ക് 8 സ്ക്വയർ ഫീറ്റ് എത്ര ഏരിയക്ക് ടൈലെത്തിക്കുമ്പോൾ ഒരു വലിയൊരു ഇതൊരു ബാധ്യതയാണ്. എന്നാലും അതൊക്കെ കൃത്യമായിട്ട് എത്തിക്കാൻ ഈ ബിൽക്കോസ് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ സമയത്ത് അവരെ ഓർക്കുകയും അവരെല്ലാം ഞാൻ നന്ദിയോടെ സ്നേഹിക്കുന്നു. എന്തായാലും ഞങ്ങൾ സർവീസുകൾ ഹാപ്പിയാണ്. ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. എന്താ ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായം ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ മജു എന്തെങ്കിലും 2 വാക്ക്. ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഈ ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും നടത്തി വരുത്തണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ചുരുങ്ങിയ സമയമാണല്ലോ. ഈ പറഞ്ഞ സമയത്ത് കാലത്ത് തന്നെ അതിൽ കയറി ഇരിക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർക്ക് നമ്മൾ പത്മശ്രീ ഹാബിറ്റാറ്റ് നമ്മുടെ ജി ശങ്കർ ആർക്കിടെക്ചർ, ഈ കേരളത്തിലൊരു അറിയപ്പെട്ട സീനിയർ ആർക്കിടെക്റ്റാണ് പത്മശ്രീ ജി ശങ്കർ സാറ്. അദ്ദേഹത്തെ ഞങ്ങൾ തിരുവനന്തപുരം പോയി കാണുകയും ഈ വർക്ക് അദ്ദേഹത്തോടെ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. സാധാരണ ഇതിൽ ഗവൺമെൻറ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ടെൻഡറിലൂടെ പോയി അത് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ കൊട്ടേഷൻ എടുത്ത് അതിന് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പലപ്പോൾ. അപ്പോൾ കരാറുകാരൊന്നെങ്കിൽ മാത്രമേ ലാഭകരമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെന്താ വെച്ചാൽ PMC മാതൃകയിലാണ് ഈ വർക്ക് ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഒരു ഹെഡ് ഓഫീസ് വരുന്നത്. അപ്പോൾ ജി ശങ്കർ എന്നൊക്കെ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഒരു വാശി ഉണ്ടായിരുന്നു, ഒരു പെട്ടിക്കൂട് പോലത്തെ സ്ഥാപനം ആവരുത്, ഗവൺമെൻറ് ഓഫീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിയിട്ട് എല്ലാവർക്കും വരുമ്പോൾ സന്തോഷം നൽകുന്ന സ്ഥാപനമാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലും വർക്ക് പ്രാരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റേജ് വരുന്നത്. ആ സമയം നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള പുറത്തുനിന്നൊക്കെ ആളുകൾ കൂടെ വന്നിട്ട് സാധനം മേടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിനും ഈ പ്രദേശത്തുള്ള സ്ഥാപനത്തിന് സാധനം വാങ്ങിച്ചുകൂടാ? അതുകൊണ്ട് നമുക്കൊരു വാശി ഉണ്ടായി. നമ്മൾ കരാറോട് പറഞ്ഞു, പുറത്തുനിന്ന് മേടിക്കണ്ട, നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ കോഴിക്കോടിന് കൊണ്ടുവരണ്ട, ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലേബേഴ്സ് ഉൾപ്പെടെ, ലേബേഴ്സ് ഏത് മെറ്റീരിയലാണെങ്കിൽ ശരി അതിൻ്റെ ലേബേഴ്സാണ് ശരി ഞങ്ങൾ അറിയാം, ഞങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സാധനമാണല്ലോ ഇതിൻ്റെ ഫ്ലോറിങ്, അതുപോലെ തന്നെ മറ്റ് ക്ലാഡിങ്, ടൈൽസ്, സാനിറ്ററി ഐറ്റംസൊക്കെ. അങ്ങനെ നമ്മൾ ഷാനിഫിനെ കാരണമായിട്ടുള്ള പരിചയമാണ്. ഷാനിഫിനായിട്ട് അവർ ടൈപ്പായി കൊടുക്കുന്നത് അവർ ആക്ട് ആയിരുന്നു. കാരണം അവർക്ക് നല്ല രൂപത്തിൽ ഡീൽ ചെയ്യാൻ പറ്റി. ഇത്ര ഡിലേ ഇല്ലാതെ 1.5 വർഷം കൊണ്ടാണ് ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയത്. അതൊരു വളരെ എന്താ പറയുക, എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല. സാധാരണ ഒരു ഭരണസമിതി തുടക്കിയിട്ട് അടുത്ത ഭരണസമിതിയോ അതിന് ശേഷമുള്ള ഭരണസമിതിയാണ് അത് പൂർത്തീകരിക്കുക. അപ്പോൾ അതിന് പ്രധാന കാരണം ലേബേഴ്സിനും മെറ്റീരിയൽസും ഡിലേ ഇല്ലാതെ ക്യൂ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബിൽഡ് ഡെക്കോറിനോട് നമ്മൾ നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മളോടൊപ്പം തന്നെ അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുപോലെ സെലക്ഷൻ, നമ്മൾ പോയിട്ട് പ്രസിഡന്റിനെ അപ്പോൾ പോയിട്ടും ഒരു തീരുമാനം പറയാനും ഇന്നത് വേണമെന്ന് പറയാനും അത് എത്തിച്ചു കൊടുക്കാനുള്ളവരുടെ സ്റ്റാഫായാലും ശരി മാനേജ്മെൻ്റ് ആയാലും ശരി അത് നല്ലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ടീമായിട്ട് നമ്മോടൊപ്പം പഞ്ചായത്ത് അവരെയും കൂടി ഒരു ആവശ്യമാണ്. പെട്ടെന്ന് കേരളം എന്നുള്ള രൂപത്തിലാണ് അവർ നമ്മൾ സഹകരിച്ചിട്ടുള്ളത്. അത് രണ്ടും കൂടി വന്നപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബിൽഡക്കോറിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്ഥാപനമായിട്ട് അത് വളരട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് ഈ ഘട്ടത്തിൽ. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പീഡിൽ 1.5 വർഷം കൊണ്ട് നമുക്ക് ഉദ്ഘാടനം നടത്താൻ പറ്റി. നല്ല എന്താ പറയുക, ചെയറായാലും ടേബിളായാലും ഒക്കെ നല്ല പവറുള്ള സാധനം തന്നെ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പഴയ പഞ്ചായത്ത് വന്ന ഒരു പെട്ടിക്കൂട് തന്നെ ആയിരുന്നു. ഞങ്ങൾ അവിടെ സ്റ്റാൻഡിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലുള്ള ആൾക്കാരും അത് മെമ്പർമാരും കൂടി ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഈ 4.5 കൊല്ലം അവിടെ പെരുമാറിയത്. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മെമ്പറിനെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു മെമ്പറിനെ ഒരു ചെയർമാനെ കാണണമെങ്കിൽ 3 നില 2 നില ഓഫീസർമാരെ വളരെ ചെറിയൊരു പ്രയാസമുണ്ട്. അത് ഒരു മാസത്തിൽ പരിഹരിക്കും ലിഫ്റ്റ് വന്നതിന് ശേഷം. പിന്നെ നമുക്കുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല. പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും ഖേദകരം. കാരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തോ കുറച്ച് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് വേണം വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്താൻ. ഇവിടെ ഇപ്പോൾ പ്രസിഡന്റും മജിയമ്പറൊക്കെ പറഞ്ഞ പോലെ എനിക്കൊക്കെ പറഞ്ഞ പോലെ ഒരു നിർമ്മാണത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഫ്ലോറിങ്.
ഏറ്റവും നല്ല രീതിയിലുള്ളതാണ് ഈ ഫിനിഷിങ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അനുഭവിച്ച് അറിഞ്ഞവരാണ് ഞങ്ങൾ. ഏറ്റവും പ്രധാന ഘടകം ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാന ഘടകം ഫ്ലോറിങ്ങും അതിൻ്റെ സാനിറ്ററി ഐറ്റംസൊക്കെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ അത് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള നിർമ്മാണ മേഖലയ്ക്കകത്തൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്നം പൂവണിക്കുക എന്നുള്ളതിലേക്ക് എല്ലാ തൊഴിലാളികളും എല്ലാ മേഖലയും നിർമ്മാണ മേഖലയ്ക്കകത്തൊക്കെ തന്നെ A to Z വരെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സമയപരിധിക്ക് അപ്പുറത്തേക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറി വന്ന കാലാവസ്ഥ അറിയാലോ, മഴ കൂടുതലാണ്, ഒക്കെ നിർമ്മാണ മേഖലയ്ക്കകത്തൊക്കെ പ്രതിസന്ധിയാവും. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒക്കെ അവസ്ഥ അതിനൊക്കെ മറികടക്കാൻ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടുന്നതിന് ഭാഗമായിട്ടാണ് അത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റിയത്. എന്തായാലും ആലങ്കോട് പഞ്ചായത്തിൻ്റെ അകത്ത് പുതിയ നിർമ്മാണ രീതിക്കകത്തൊക്കെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അഭിമാനം കൊള്ളുമ്പോൾ ഈ കമ്പനിക്കകത്ത് ഞങ്ങൾ സേവനങ്ങൾ ഞങ്ങൾ സ്മരിക്കുകയാണ്. നല്ല രീതിയിലുള്ള നമ്മളെ ഈ പഞ്ചായത്തിനകത്തും വിപുലമായ രീതിയിൽ അതിനപ്പുറത്തേക്ക് വളരാനും അതിനെ ഉപയോഗിക്കാനും ആളുകൾക്ക് കഴിയട്ടെന്ന് മാത്രം പറയാം. എനിവേ, അപ്പോൾ എന്തായാലും ശരി, ഞങ്ങളെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ പ്രത്യേകം നന്ദി. ഏതായാലും ശരി, ഈ പഞ്ചായത്ത് കെട്ടിടം ഇനി വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു ഇതോട് കൂടിയിട്ട് ഈ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ കാണാം. ബൈ ബൈ.